ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയായ ക്യാരറ്റ് ചിക്കൻ റോസ്റ്റ് ആണ്. ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതൊരു 1/4 കിലോ ബോൺലെസ് ചിക്കൻ ആണ്. ഇവയിൽ ഉപ്പ്, മുളക് പൊടി, നാരങ്ങ നീര് എന്നിവ പുരട്ടി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. ഇനി ഒരു ചട്ടിയിൽ ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ്, പെരിഞ്ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 3 സ്പൂണും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ല മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ കറിയിൽ ഇപ്പോൾ സവാളയോ ടൊമാറ്റോയോ ഒന്നും ചേർക്കുന്നില്ല. ക്യാരറ്റെല്ലാം വാടി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ പറ്റുമെങ്കിൽ തലേ ദിവസമേ നമുക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് പുരട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂൺ ചിക്കൻ മസാല പൗഡറാണ്. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഈ കറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വെറും ചിക്കൻ പൗഡർ വെച്ച് മാത്രമാണ് ഈ കറി തയ്യാർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് നെയ്യ് ഒഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. കട്ടി തേങ്ങാപ്പാലൊന്നുമല്ല ഇത്. കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്താണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ കൂട്ടിയിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ച് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വേവിക്കാം. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ എങ്ങനെയായെന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചിക്കൻ പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഒന്നുകൂടി മൂടി വേവിക്കാം. വീണ്ടും ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സവാളയും ടൊമാറ്റോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ചിക്കൻ കറി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ കറിയിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ റോസ്റ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളമൊക്കെ വറ്റണം. സവാളയും ടൊമാറ്റോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ രുചികരമായൊരു ചിക്കൻ കറിയാണ് ഞാനിപ്പോൾ തയ്യാർ ചെയ്യുന്നത്. കറിയുടെ ചാറെല്ലാം വറ്റി ക്യാരറ്റ് ചിക്കനിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് പാകം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.